നമസ്കാരം. കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഉടൻ തന്നെ രാജിവെക്കും. ഒരുപക്ഷെ രാജിപ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബുധനാഴ്ച കാനഡയിലെ ഭരണകക്ഷിയായ ലിബറൽ പാർട്ടിയുടെ ഉന്നതതല യോഗം ചേരുന്നുണ്ട്. ഒരുപക്ഷെ ഈ യോഗത്തിൽ ട്രൂഡോ രാജിവെക്കണം എന്ന തീരുമാനമുണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിലാണ് ഇന്ന് തന്നെ രാജിവെച്ച് തടിതപ്പാനായി ട്രൂഡോ ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. കുറേ ദിവസങ്ങളായി അദ്ദേഹം കാനഡയിൽ തന്നെയുള്ള ഒരു റിസോർട്ടിൽ വിശ്രമത്തിലാണ്. പൊതുരംഗത്ത് കുറേ ദിവസങ്ങളായി തന്നെ ട്രൂഡോ പ്രത്യക്ഷപ്പെടുന്നതുമില്ല. ഏറെ നാളായി ട്രൂഡോ രാജിവെക്കും എന്ന വാർത്തകളാണ് അവിടെ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലകളിലും ഒരു പരാജയമാണ് ജസ്റ്റിൻ ട്രൂഡോ എന്ന് അദ്ദേഹം തന്നെ സ്വയം തെളിയിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു രാജി. സ്വന്തം പാർട്ടിയിലെ തന്നെ വലിയൊരു വിഭാഗം നേതാക്കൾ അടുത്ത തിരഞ്ഞെടുപ്പിന്, അതായത് അടുത്ത വർഷം നടക്കുന്ന കാനഡയിലെ പൊതു തിരഞ്ഞെടുപ്പിന് ട്രൂഡോയെ ഭരണത്തിൽ ഇരുത്തിക്കൊണ്ടാണ് നടത്തുന്നതെങ്കിൽ പാർട്ടിക്ക് കനത്ത തിരിച്ചടിയേൽക്കും എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. സ്വന്തം പാർട്ടിയിലെ തന്നെ ഭൂരിപക്ഷം വരുന്ന എംപിമാരും ട്രൂഡോ രാജിവെക്കണമെന്നും പലവട്ടം ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഉപപ്രധാനമന്ത്രിയായിരുന്ന ക്രിസ്റ്റിയ ഫ്രീലാൻഡ് നേരത്തെ രാജിവെച്ചിരുന്നു. ധനകാര്യ വകുപ്പിൻ്റെ ചുമതലയും ക്രിസ്റ്റിയ തന്നെയാണ് വഹിച്ചിരുന്നത്. രാജ്യത്തെ പണപ്പെരുപ്പം ഉൾപ്പെടെയുള്ള സകലവിധ സാമ്പത്തിക കുഴപ്പങ്ങൾക്കും കാരണക്കാരൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ തന്നെയാണ് എന്ന് അവർ പിന്നീട് BBC-ക്ക് നൽകിയ അഭിമുഖത്തിലും ആരോപിച്ചിരുന്നു. ഈയിടെ ഒരു പ്രധാനപ്പെട്ട ഏജൻസി നടത്തിയ സർവേയിൽ രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും ജസ്റ്റിൻ ട്രൂഡോ എത്രയും വേഗം രാജിവെക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിനോടൊന്നും തന്നെ ട്രൂഡോ ഇനിയും പ്രതികരിക്കാതെ ഇരിക്കുകയായിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച ട്രൂഡോ മറ്റൊരു പ്രസ്താവന നടത്തിയിരുന്നു. കുടിയേറ്റ നിയമത്തിൽ തനിക്ക് അബദ്ധം പറ്റി എന്ന് അദ്ദേഹം സ്വയം ഏറ്റുപറയുകയായിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ അന്ന് ട്രൂഡോ പുറത്തുവിട്ടിരുന്നില്ല. ട്രൂഡോയുടെ കുടിയേറ്റ നിയമങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പ്രതിപക്ഷം ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് തനിക്ക് അബദ്ധം പറ്റി എന്ന കാര്യം ട്രൂഡോ ഏറ്റുപറയുന്നത്. ഇന്ത്യയുമായി നിരന്തരമായി സംഘർഷത്തിന് ട്രൂഡോ ശ്രമിച്ചിരുന്നത് ഒരുപക്ഷെ കാനഡയിൽ തന്നെയുള്ള സിഖ് വംശജരായ ആളുകളുടെ വോട്ട് നേടാൻ വേണ്ടിയാണ് എന്ന ആരോപണവും നേരത്തെ ഉയർന്നിരുന്നു. എന്നാൽ NDP എന്ന ഖാലിസ്ഥാൻ തീവ്രവാദികൾ പിന്തുണയ്ക്കുന്ന പ്രസ്ഥാനം തൻ്റെ ഒപ്പം നിൽക്കുന്നത് കൊണ്ടാണ് ട്രൂഡോ ഇത്തരത്തിലുള്ള ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്നത് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെ പോലും നയതന്ത്ര തലത്തിൽ വളരെയേറെ അഭിപ്രായ ഭിന്നതകൾ ഉയർന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഏറ്റവും അധികം ഇന്ത്യക്കാരാണ് അവിടെ വിദ്യാർത്ഥികളായും ജീവനക്കാരുമായൊക്കെ തന്നെ ഇപ്പോഴും കാനഡയിൽ ഉള്ളത്. എന്നിട്ടും ട്രൂഡോ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നതെന്ന് ആർക്കും വ്യക്തമായിരുന്നില്ല. ഒരു കാര്യത്തിലും കൃത്യമായ ഒരു നിലപാടില്ലാതെ ആരുടെ അഭിപ്രായം സ്വീകരിക്കാതെ തനിക്ക് ചുറ്റുമുള്ള ഒരു കൂട്ടം ആളുകളുടെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് ട്രൂഡോ ഇത്തരത്തിലുള്ള ഭരണം നടത്തുന്നത് എന്ന് നേരത്തെയും പരാതികൾ ഉയർന്നിരുന്നു. കൂടാതെ ട്രൂഡോ രാജ്യത്തെ ആരോഗ്യ ഗതാഗത സംവിധാനങ്ങളൊക്കെ തന്നെ മോശമാക്കി എന്ന ആരോപണം ഉയർന്നിരുന്നു. അടുത്ത കൊല്ലമാകുമ്പോഴേക്കും കുടിയേറ്റം 20% കുറയ്ക്കുമെന്നാണ് കാനഡയുടെ കുടിയേറ്റ മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. ഇക്കൊല്ലം 4.85 ലക്ഷം വിദേശികൾക്ക് കാനഡ സ്ഥിര താമസത്തിന് അനുമതി നൽകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതെല്ലാമായിട്ടും ട്രൂഡോയ്ക്ക് യാതൊരു തരത്തിലുമുള്ള ഭരണ നേട്ടമുണ്ടാക്കാൻ ഈ കാലാവധിയിൽ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമായി തന്നെ അദ്ദേഹത്തിൻ്റെ എതിരാളികളായ കൺസർവേറ്റീവ് പാർട്ടി ഉന്നയിച്ചിരുന്നു. സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും എതിർപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ബുധനാഴ്ച ചേരുന്ന ഉന്നതതല യോഗത്തിൽ രാജി ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ തൽക്കാലത്തേക്ക് രാജിവെക്കാൻ തന്നെയാണ് ട്രൂഡോ ലക്ഷ്യമിടുന്നതെന്ന് കരുതാം. ഈ മാസം 20-ാം തീയതി ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ പ്രസിഡൻ്റായി ചുമതലയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ രാജിവെച്ച് ഒഴിയാനായിരിക്കും അദ്ദേഹം താല്പര്യപ്പെടുന്നത്. കുടിയേറ്റ നിയമം സംബന്ധിച്ച് ട്രംപ് കാനഡയ്ക്കെതിരെ ശക്തമായ ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. ഒരുപക്ഷെ അതുമൊക്കെ തന്നെ ട്രൂഡോയെ വല്ലാതെ ഇപ്പോൾ ഭയപ്പെടുത്തുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും എല്ലാവരെയും വെറുപ്പിച്ചതിന് ശേഷമാണ് ട്രൂഡോ പദവി ഒഴിയുന്നത് എന്നാണ് ഈ ഒരു രാജിയുടെ പ്രത്യേകത.